ജനമേജയ രാജാവിൻ്റെ യാഗത്തിൽ പങ്കെടുക്കാൻ വന്ന ഉഗ്രശ്രവസ് എന്ന മഹർഷി മഹാഭാരത കഥ ഇങ്ങനെ തുടങ്ങി. മംഗളകാരിയും മംഗളസ്വരൂപനുമായ ശ്രീകൃഷ്ണ പരമാത്മാവിനെ ധ്യാനിച്ചുകൊണ്ട് പൂജിതനായ വേദവ്യാസന്റെ മഹാഭാരതം ഉഗ്രശ്രവസ് വിവരിച്ചു തുടങ്ങി. ഈ പ്രപഞ്ചം അന്ധകാരാവൃതമായിരുന്നു. ഇരുട്ട് നിറഞ്ഞ ആ ശൂന്യതയിൽ നിന്നും ഒരു നാൾ ഒരു വലിയ അണ്ഡം ഉടലെടുത്തു. ദിവ്യവും ജ്യോതിർമയവുമായ ആ അണ്ഡം ബ്രഹ്മമെന്ന് അറിയപ്പെട്ടു. ഈ ബ്രഹ്മത്തിൽ ബ്രഹ്മാവാണ് ആദ്യമായി ഉണ്ടായത്. അതിനുശേഷം ബ്രഹ്മാവിനാൽ സകല ജീവരാശികളും സൃഷ്ടിക്കപ്പെട്ടു. അതിനുശേഷം 10 പ്രജേതസ്സുകളും സപ്തർഷികളും ദക്ഷപ്രജാപതിയും ഉണ്ടായി. ദക്ഷപ്രജാപതിക്ക് 7 പുത്രന്മാരും ഉണ്ടായി. 14 മനുക്കൾ ഉണ്ടാവുകയും അതിനുശേഷം വിശ്വദേവന്മാരുണ്ടായി, ആദിത്യന്മാരുണ്ടായി, വസുക്കളുണ്ടായി, യക്ഷന്മാരുണ്ടായി, സാധ്യന്മാരുണ്ടായി, പിതൃക്കളുണ്ടായി, ബ്രഹ്മർഷികളുണ്ടായി, ജലം, വായു, ആകാശം, ദിക്കുകൾ, കാലം തുടങ്ങിയവയൊക്കെ ഉണ്ടായി. ഉഗ്രശ്രവസ് കഥ തുടരുകയാണ്. പിന്നീട് 36,335ഓളം ദേവതകൾ ഉണ്ടായി എന്നാണ് ഉഗ്രശ്രവസ് ഇവിടെ വിവരിക്കുന്നത്. വിവസ്വാൻ, മനു, സുബ്രാട് എന്നിങ്ങനെ 3 മഹാന്മാരുണ്ടാവുകയും അവർക്ക് മക്കളുണ്ടാവുകയും ചെയ്തു. ഇവരിൽ സുബ്രാടിൻ്റെ പുത്രന്മാരായ ദശജ്യോതി, ശതജ്യോതി, സഹസ്രജ്യോതി എന്നിങ്ങനെ 3 മക്കൾ. ഇവരിൽ നിന്നാണ് കുരു, യദു, അതുപോലെ ഭരതൻ, ഇക്ഷ്വാകു, യയാതി തുടങ്ങിയ രാജർഷിമാര് ഉണ്ടായത്. പിന്നീട് രാജവംശങ്ങളും ജീവരാശികളും ഉണ്ടാവുകയും അവരുടെ പരമ്പര തുടരുകയും ചെയ്തു. ജനമേജയ രാജാവിൻ്റെ ഈ യാഗം നടത്തുന്നത് സോമശ്രവസ് എന്ന ഒരു പുണ്യമഹർഷിയായിരുന്നു. അതിനൊരു കാരണമുണ്ട്. ദേവലോകത്തിലെ പട്ടിയായിരുന്നു സരമ. സരമയുടെ കുട്ടി ഈ യാഗശാലയിൽ വരികയും ആ കുട്ടിപ്പട്ടിയെ ജനമേജയന്റെ അനുജനായ ഭീമസേനൻ തല്ലുകയും ചെയ്തു. സരമ ശപിച്ചു. ആ ശാപത്തിൽ നിന്നും മോചനം കിട്ടാനാണ് സോമശ്രവസിനെ യാഗശാലയിലേക്ക് അവർ കൊണ്ടുവന്നത്. തുടർന്ന് ചില പരീക്ഷണങ്ങൾ നടക്കുകയായി. ആ കഥ അടുത്ത ഭാഗത്ത് പറയുന്നതാണ്. കാത്തിരിക്കുമല്ലോ. മഹാഭാരത കഥകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ.